നമസ്കാരം. ഇന്ന് ഫെബ്രുവരി 11, 2026. ഇന്നത്തെ ദിവസം അതിശ്രേഷ്ഠമായ സർവാർത്ഥ സിദ്ധിയോഗമാണ് രൂപം കൊള്ളുന്നത്. ഇതിനാൽ തന്നെ ചില രാശിക്കാർക്ക് വളരെയധികം ഭാഗ്യം, ധനനേട്ടം അനുഭവയോഗ്യമായി വരുന്നതാണ്. ശുഭസൂചകമായ പല പ്രതിഭാസങ്ങളും ഇന്നേ ദിവസം രൂപപ്പെടുന്നതായിരിക്കും. ജ്യോതിഷപരമായി വളരെയധികം ഗുണകരമായ മാറ്റങ്ങൾക്കാണ് ഈ സമയം തുടക്കമിടുക. നിങ്ങളുടെ ജീവിതത്തിൽ ഗുണപരമായ പല മാറ്റങ്ങളും ഇതുവഴി സംഭവിക്കുന്നതായിരിക്കും. കരിയർ, ജോലി, ധനം, സാമ്പത്തികം, ആരോഗ്യം, ദാമ്പത്യം, പ്രണയം എന്നിങ്ങനെ എല്ലാ മേഖലകളിലും അനുകൂലമായ മാറ്റങ്ങളാണ് സർവാർത്ഥ സിദ്ധിയോഗ ഫലമായി വന്നു ചേരുക. വളരെയധികം സന്തോഷകരമായ മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സർവാർത്ഥ സിദ്ധിയോഗ ഫലമായി വന്നു ചേരുക. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇപ്രകാരം ഇന്നേ ദിവസം രൂപം കൊള്ളുന്ന സർവാർത്ഥ സിദ്ധിയോഗത്താൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നതെന്നറിയാം. മിഥുനം രാശി. മിഥുനം രാശിക്കാർക്ക് സർവാർത്ഥ സിദ്ധിയോഗ ഫലമായി വളരെയധികം ഭാഗ്യം വന്നു ചേരുന്നതായിരിക്കും. ഇവർക്ക് തൊഴിൽപരമായി വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. പല മേഖലകളിലും നിങ്ങൾക്ക് പ്രശസ്തി വന്നു ചേരുന്നതായിരിക്കും. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്നും എല്ലാവിധത്തിലുള്ള പിന്തുണയും ലഭ്യമാകുന്നതായിരിക്കും. സന്തോഷപ്രദമായ വാർത്തകൾ കേൾക്കുവാൻ നിങ്ങൾക്ക് യോഗം വന്നു ചേരും. പല കോണിൽ നിന്നും പണം വന്നു ചേരുവാനുള്ള യോഗം നിങ്ങൾക്കുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാ പ്രകാരത്തിലും വിജയം കരസ്ഥമാകുവാനും യോഗമുണ്ട്. ഏത് കാര്യത്തിന് ശ്രമിച്ചാലും അതെല്ലാം തന്നെ പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കുന്നതായിരിക്കും. കന്നിരാശി. കന്നിരാശിക്കാർക്ക് സർവാർത്ഥ സിദ്ധിയോഗ ഫലമായി വളരെയധികം ശുഭകരമായ വാർത്തകൾ കേൾക്കുവാൻ യോഗമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ലാഭകരമായ മാറ്റങ്ങളാണ് വന്നു ചേരുക. നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവ് പരമായ മാറ്റങ്ങൾ തന്നെ വന്നു ചേരും. ഭാഗ്യത്തിൻ്റെ പിന്തുണ പൂർണ്ണമായും നിങ്ങളെ തുണയ്ക്കുന്നതായിരിക്കും. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നവർക്ക് അതിനെല്ലാം തന്നെ പരിഹാരം കാണുവാൻ സാധിക്കും. നിങ്ങളുടെ ആരോഗ്യം വളരെയധികം തൃപ്തികരമായിരിക്കും. നിങ്ങളുടെ സൗഹൃദം അനുകൂലമായി വരും. സാമ്പത്തികമായ മാറ്റങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങളാണ് കൊണ്ടുവരിക. നിങ്ങൾക്ക് ഈ സമയം ഭാഗ്യക്കൊടുമുടിയേറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സുഹൃത്തുക്കളിൽ നിന്നും എല്ലാ തരത്തിലുള്ള പിന്തുണയും ലഭിക്കും. ബുദ്ധിമുട്ടേറിയ ഘട്ടം വിദഗ്ധമായി നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ തീർച്ചയായും സാധിക്കും. തുലാം രാശി. തുലാം രാശിക്കാർക്ക് സർവാർത്ഥ സിദ്ധിയോഗ ഫലമായി വളരെയധികം നേട്ടങ്ങൾ തന്നെ വന്നു ചേരും. വലിയ നേട്ടങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലേക്കാണ് എത്തിക്കുക. ശുക്രനും ചന്ദ്രനും ധാരാളം അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്കായി നൽകും. സാമ്പത്തികമായുള്ള നേട്ടങ്ങൾ പലതും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ പദ്ധതികളെല്ലാം തന്നെ മികച്ചതായിരിക്കും. സാമ്പത്തികമായി സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാൻ നിങ്ങൾക്ക് ഈ സമയം സാധിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സ്നേഹവും പ്രണയവും നിലനിൽക്കും. പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിക്കുന്നതായിരിക്കും. ധനുരാശി. ധനുരാശിക്കാർക്ക് ഇന്ന് രൂപം കൊള്ളുന്ന സർവാർത്ഥ സിദ്ധിയോഗ ഫലം അനുകൂലമായി വരും. നിങ്ങളുടെ ജോലിയിൽ മികച്ച മാറ്റങ്ങളാണ് കാത്തിരിക്കുന്നത്. നിങ്ങളുടെ ആശങ്കകളെല്ലാം തന്നെ അവസാനിക്കുന്നതായിരിക്കും. വാക്ചാതുര്യം നിങ്ങളിൽ കാണുന്നു.
നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ധനയോഗമാണ് നിങ്ങൾക്ക് വന്നു ചേരുക. ഈ സമയം കടങ്ങൾ വീട്ടുവാനും സാമ്പത്തികമായി സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനും നിങ്ങൾക്ക് സാധിക്കും. കുടുംബത്തിൽ മംഗളപരമായ കാര്യങ്ങൾ നടക്കും. മനോഹരമായ പല നിമിഷങ്ങൾക്കും നിങ്ങൾ സാക്ഷിയാകുന്നതായിരിക്കും. കുംഭം രാശി. കുംഭം രാശിക്കാർക്ക് സർവാർത്ഥ സിദ്ധിയോഗ ഫലമായി വളരെയധികം നേട്ടങ്ങൾ തന്നെ കൈവരും. നിങ്ങൾ ഏർപ്പെടുന്ന എല്ലാ കാര്യവും വിജയത്തിലേക്ക് എത്തിക്കും. പല വിധത്തിലാണ് ധനം നിങ്ങളെ തേടിയെത്തുക. സാമ്പത്തികമായി സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. ജോലിയിൽ വരുമാന വർധനവുണ്ടാകും. പല പ്രകാരത്തിലും വിജയം സുനിശ്ചിതമായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ മികച്ച മാറ്റങ്ങൾ ഉറപ്പുവരുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ പുതുതായി ആരംഭിക്കുന്ന ബിസിനസ്സിൽ ഗുണപരമായ പല കാര്യങ്ങളും സംഭവിക്കും. പൂർത്തിയാക്കാതിരുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാനും നിങ്ങൾക്ക് ഈ സമയം അനുകൂലമായ സാഹചര്യം വന്നു ചേരും. കുടുംബാന്തരീക്ഷം വളരെയധികം സന്തോഷകരമായിരിക്കും. കുട്ടികളിൽ നിന്നും അനന്തമായ സന്തോഷം അനുഭവിക്കുവാനുള്ള യോഗം നിങ്ങൾക്ക് ഈ സമയം വന്നു ചേരും.